നമസ്കാരം. ഞാൻ കിരീട ഉണ്ണി. ഞാൻ മലയാള ചലച്ചിത്ര രംഗത്ത് വന്നിട്ട് 30 കൊല്ലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് തിരനോട്ടം എന്നുള്ള ചിത്രമാണ്. അതിൽ മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ച ചിത്രം, പ്രിയദർശൻ സംവിധാന സഹായിയായി വന്ന ചിത്രം, സുരേഷ് കുമാർ, എസ് കുമാർ ക്യാമറാമാൻ മുതലായ ഒരുപാട് പേര് ആ ചിത്രത്തോടു കൂടിയാണ് മലയാള സിനിമാ രംഗത്തേക്ക് വന്നത്. ഞാൻ ഇതുവരെ 12 മലയാള ചിത്രങ്ങളും ഒരു തമിഴ് ചിത്രവും നിർമ്മിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് നിർമ്മിക്കാൻ കഴിയാതെ പോയ ഒരു ചിത്രമാണ്. ചിന്തിക്കുമ്പം ദാരിദ്ര്യം പാടില്ലെന്നാണല്ലോ, ടൈറ്റാനിക്. അങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു നിരാശ എനിക്കുണ്ട്. അത് ഇംഗ്ലീഷ് സിനിമയുടെ കാര്യമാണ്. പക്ഷേ മലയാളത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു ചിത്രം, എനിക്ക് നിർമ്മിക്കാൻ കഴിയാതെ പോയ ഒരു ചിത്രം അമരം എന്നുള്ളൊരു ചിത്രമാണ്. അമരം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമാവാനുള്ള കാരണം അതിൻ്റെ കഥയും തിരക്കഥയും തന്നെയാണ്. ലോഹി ഞാനും തമ്മിലുള്ള ആത്മബന്ധം വളരെ വർഷങ്ങളായിട്ട് തുറന്നു പോവുകയാണ്. അതിനിടയ്ക്ക് ഒരു ദിവസം ലോഹി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം വരെ പോകണം, അടുത്ത ഞാൻ ചെയ്യുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പശ്ചാത്തലം അന്വേഷിച്ച് പോവുകയാണ്. അത് ഓമനപ്പുഴ കടപ്പുറം എന്നുള്ള സ്ഥലത്തേക്കാണ്. ഞങ്ങൾ അവിടെ പോകുന്നു. ലൂഹി അവിടെ താമസിച്ചുകൊണ്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ആ കഥയെക്കുറിച്ച് പറയുന്നു. ആ കഥ എന്നെ വല്ലാതെ എൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറി. അച്ഛൻ ഒരു മകളെ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് ആ മകളിൽ നിന്ന് കിട്ടുന്ന ഒരു തിക്താനുഭവം, അതാണ് ആ കഥയുടെ പശ്ചാത്തലം. അതിശക്തമായ ഒരു തിരക്കഥയായിരുന്നു അത്. ആ ചിത്രം എനിക്ക് നിർമ്മിക്കാൻ പറ്റാതെ പോയതിലുള്ള വേദന വളരെ വലുത് തന്നെയാണ്. കാര്യം ഇതിൻ്റെ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ലോഹി എടുത്ത് ചോദിച്ചു, ലോഹി അതിന്ന് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്തുകൂടിയത്. അപ്പോൾ ലോഹി പറഞ്ഞു, അതെന്തായാലും പറ്റില്ല, ഞാൻ ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്ത് പോയി, ഭരതേട്ടന് വേണ്ടി കമ്മിറ്റ് ചെയ്ത് പോയി, നമുക്ക് വേറൊരു സബ്ജക്റ്റ് നോക്കാം. അതിൻ്റെ ഒരു തിരക്കഥയുടെ ഒരു തീവ്രത, അതിമനോഹരമായ ഒരു തിരക്കഥ ലോഹി തയ്യാറാക്കിയതിൽ. പിന്നെ പ്രത്യേകിച്ച് അതിലെ അരയന്മാരുടെ സംഭാഷണ രീതി, ഇതിനെക്കാട്ടിലും ഒക്കെ ഉപരി മധുവമ്പാട്ടിൻ്റെ ക്യാമറ, ഭരതേട്ടൻ്റെ സംവിധാനം, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊരു എന്താ പറയുക, മലയാള സിനിമയുടെ ഒരു എക്കാലത്തെയും ഒരു നല്ല ഒരു ക്രാഫ്റ്റായിട്ട് ആ ചിത്രം മാറുകയാണ് ഉണ്ടായത്. അമരത്തിൽ എന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു രംഗമുണ്ട്. അതിൽ മകളുടെ സ്നേഹം മുഴുവനും നഷ്ടപ്പെട്ടു അച്ഛൻ എന്ന് കരുതുന്ന ഒരു അച്ഛൻ. അതിനോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഏതോ കോണിൽ ഒരു സ്ത്രീയടുത്തുള്ള ഒരു സ്നേഹം അയാൾ ഊതി 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 അത് ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീയുടെയും കൂടെ വിവാഹം കഴിഞ്ഞ് ആ സ്ത്രീ പോകുന്നത് കാണേണ്ടി വരുന്ന ആ ഒരു മമ്മൂട്ടിയുടെ ക്യാരക്ടർ, അത് ആ പാട്ടുരംഗത്തിൽ കൂടെ അതിമനോഹരമായിട്ടാണ് ഭരതേട്ടൻ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതെന്നെ ആ പാട്ട് കേൾക്കുമ്പോഴും ആ പാട്ടിൻ്റെ ആ വിഷ്വല് കാണുമ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാതെ അത് വേദനിപ്പിക്കാറുണ്ട് ഇപ്പോഴും. അമരത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ക്യാരക്ടർ തന്നെയാണ്. മമ്മൂട്ടിക്ക് അതിമനോഹരമായിട്ടാണ് അതിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ആ ചിത്രം ഞാനും അതിൻ്റെ പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടറായിരുന്ന മാക്കലിയും കൂടെ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഫസ്റ്റ് ഷോ അത് കണ്ടിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ അലിയെടുത്ത് പറഞ്ഞു, അലി നിശ്ചയമായിട്ടും ഇക്കൊല്ലത്തെ ഏറ്റവും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് ഈ ചിത്രത്തിന് മമ്മൂട്ടിക്കായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് കിട്ടാതെ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. കാര്യം അത്ര മനോഹരമായിട്ട് ഒരു അരയൻ്റെ എല്ലാ സൂക്ഷ്മമായ ചലനങ്ങളും അദ്ദേഹം മനോഹരമായി ചെയ്തൊരു ചിത്രമായിരുന്നു. അതിൽ എന്തു പറഞ്ഞാലും അച്ചൂട്ടി എന്നുള്ള മമ്മൂട്ടിക്കയുടെ ക്യാരക്ടർ തന്നെയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കാര്യം.